പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് വൺ, മിനി റമോള. സരിത, ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ മകൻ്റെ ഗ്രീറ്റിംഗ്സ് എനിക്ക് എങ്ങനെയാണോ മനസ്സിൽ തട്ടിയത് അതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വായിച്ചപ്പോൾ വീണ്ടും കണ്ണ് നിറഞ്ഞുപോയി. ജഗ്ഗുമോന് അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും. ദാ ഇപ്പോൾ എൻ്റെ കമൻറ്റ് വായിച്ചേ ഉള്ളൂ. ചിലരുടെ കമൻസ് കേൾക്കുമ്പോൾ അവർക്ക് ഭഗവാൻ നൽകിയ കഴിവിൻ്റെ മുൻപിൽ നമിച്ചു പോകുന്നു. എപ്പോഴും സ്നേഹത്തോടെ മിനി റമോള. കഴിഞ്ഞ കമൻറ്റ് റീഡിങ്ങിലത്തെ ജെസ്സി ടാർസസ്. എന്ത് രസമാണ് സരിതയുടെ കമൻറ്റ് വായന കേൾക്കാൻ. അതിൻ്റെ കൂടെ അജുവിൻ്റെ കമൻറ്റും കാര്യങ്ങളും കഥകളും എല്ലാം കൂടി നല്ല രസമായിരുന്നു. താങ്ക് യു. ദീപ ലാലു. നിങ്ങളുടെ വീഡിയോ തുടങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ പേരും കമൻറ്റിൽ വായിച്ചു കേട്ടു. ഒത്തിരി സന്തോഷം. ഞങ്ങൾക്കും ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവന് 21 വയസ്സുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം പോലും അവൻ ഒഴിച്ചു കുടിക്കത്തില്ല. അത് ഞാൻ എടുത്തു കൊടുക്കണം. എനിക്കാണെങ്കിൽ നടുവിന് പ്രശ്നമുള്ളതുമാണ്. നിങ്ങളെ അപ്പം അവനങ്ങനെ ശീലിപ്പിച്ചത് ദീപ തന്നെയല്ലേ അല്ലേ? ഇപ്പം നടുവിന് വേദനയുള്ള അമ്മയുടെ വിഷമം കണ്ട് അറിഞ്ഞ് ആ മോൻ തന്നെ പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയോ അല്ലെങ്കിൽ അവന് വേണ്ട കാര്യങ്ങളെങ്കിലും തനിയെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പോവരുത്. ദാഹിക്കുമ്പോൾ തന്നെ പോയിട്ട് എടുത്ത് കുടിച്ചോളും. കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കൈയിനും കാലിനൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ പോയിട്ട് എടുത്ത് കുടിച്ചോളും അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും ആ കുട്ടീനെ ശീലിപ്പിക്കരുത്. നമ്മൾ തന്നെയാണ് ആ കുട്ടീനെ അങ്ങനെയൊക്കെ. അല്ലാണ്ട് കുട്ടികളങ്ങനെ അവർ അങ്ങനെയാണ്, തന്നെ കഴിക്കില്ല, ഞാൻ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതിൽ ഒരു കാര്യമില്ല. അത് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. അത് നമ്മൾ വലിയ ദ്രോഹമാണ് ഈ കുട്ടികളോട് ചെയ്യണത്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ട സമയത്ത് തന്നെ ചെയ്യിപ്പിക്കണം. കണ്ട, നടുവേദനയാണ് എന്നിട്ട് പോലും എടുത്തു കൊടുക്കണം. എനിക്കാണെങ്കിൽ നടുവിന് പ്രശ്നമുള്ളതാണ്. നിങ്ങളൊന്ന് കാണാൻ വരണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അച്ഛനും മോനും കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ട്രെയിനിലെങ്കിലും കയറി നിങ്ങളെ കാണാൻ വരും. സന്തോഷം. കായംകുളം വശത്താണ് ദീപലാലിൻ്റെ വീട്. അതെ, നമുക്ക് വിളിച്ചിട്ടില്ലേ, സംസാരിച്ചിട്ടില്ലേ? ഷർമിള റജി. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ തങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഇങ്ങനെ പരിഗണിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ പോലുമില്ല. ഈ പ്രതികരണ പരിപാടി കേട്ടിരിക്കാൻ എന്ത് രസമാണ്. അതിൽ നമ്മുടെ കമൻറ്റ് വായിച്ചാലോ, ആഹാ രാജകീയം. എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമാണ്, എന്നെങ്കിലും ഒന്ന് കാണണം. നിങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളാണല്ലോ നമ്മളുടെ എന്താ പറയാ, താങ്ങി നിർത്തണത് നിങ്ങളല്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ കമൻറ്റ് കുറേ പേരെ വായിച്ചിട്ട് ഇടയിൽ ചിലവരെ കാണാണ്ടാകുമ്പോഴും നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ സന്ധ്യ ബിജുവിനെ കുറേ നാളായിട്ട് കാണാനില്ല. ഇപ്പോൾ 1, 2, 3 വീഡിയോയിൽ ഇപ്പോൾ കാണാണ്ടായാലും നമുക്കറിയാം അവർ എന്തെങ്കിലും തിരക്കിൽ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ആവാം എന്ന് വിചാരിക്കും. കുറേ നാളായിട്ട് കാണാണ്ടാകുമ്പോൾ നമുക്കൊരു പേടിയായോ, എന്താ പറ്റിയാവോ എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കാണൽ നിർത്തി അങ്ങനെയും വരാമല്ലോ. വേറെ ഏതെങ്കിലും ചാനലുകൾ കണ്ടു നമ്മുടെ ചാനലും അടുത്തു, ബോറടിച്ചു തുടങ്ങിയപ്പോൾ വേറെ ആളുകളുടെ കണ്ടു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അവർക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. എന്നാലും കാണാണ്ടാവുമ്പോഴേ അയ്യോ എന്താ പറ്റിയാവോ അങ്ങനെ നമ്മൾ വിചാരിക്കും. ടേസ്റ്റി ട്രീറ്റ്സ് ബൈ മോളി. കൺഗ്രാറ്റുലേഷൻസ് ടു ജഗ്ഗുക്കുട്ടൻ, സരിത ആൻഡ് അജു. ഗോഡ് ബ്ലസ് യു വിത്ത് മോർ ആൻഡ് മോർ സക്സസ് ഇൻ ലൈഫ് മോനെ. വർക്ക് ഹാർഡ്, ബി ഹാപ്പി ആൻഡ് റിമെയിൻ ഹംബിൾ ആസ് യു ആർ ഓൾവേസ്. മേ ഓൾമൈറ്റി ഗോഡ് ബ്ലസ് യു ടു ചൂസ് ദ റൈറ്റ് ആൻഡ് ബെസ്റ്റ് പാത്ത് ഓഫ് ലൈഫ്. സന്തോഷം. അടുത്തത് ഷാജിയോ റിയൽ ലൈഫ്. 25/28 കമൻറ്റ് വായിച്ചതിന് താങ്ക്സ്. എൻ്റെ പേര് മിസ്സസ് ഷാജി ജോർജ് തോമസ്. എൻ്റെ പാരൻസ് എനിക്ക് കനിഞ്ഞിട്ട പേര്. ഞാൻ അജുവിൻ്റെ സെയിം ഏജാണ്, 1969. കമൻറ്റിൽ പേര് വായിച്ചത് ഷാലി എന്നാണ്. സോറി കേട്ടാ. പിന്നെ എന്നാണ് ഞാൻ ഓർത്തു മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന്. താങ്ക്സ് ഫോർ റീഡിങ് മൈ കമൻറ്റ്സ്. ഒരു പ്രഭാതം തുടങ്ങിയാൽ ഫസ്റ്റ് കാണുന്നത് നിങ്ങളുടെ വീഡിയോ. അത് തീരുമ്പോൾ മിക്കവാറും ലഞ്ച് കഴിക്കാറാകും. ലവ് യു ഗൈസ്. ഇടയിലിടയിൽ നിർത്തി വെച്ചിട്ടാവും കാണുന്നുണ്ടാവാം മുഴുവനാക്കണത്. അടുത്തത് വിനോദ് ടീന. സരിത, ഫൈബ്രോയിഡിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്, മാറിയോ? ഫൈബ്രോയിഡ് എന്ന് ഉദ്ദേശിച്ച് യൂട്രസിലല്ലേ? യൂട്രസിലത്തെ ഫൈബ്രോയിഡ് ആണെങ്കിൽ അതിന് ഞാനൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യണില്ല. അത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കുറേ നാൾ കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പീരീഡ്സൊക്കെ റെഗുലറാണ്. ഹെവി ബ്ലീഡിങ് അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ വേറെ ഭയങ്കരമായിട്ടുള്ള വേദന സഹിക്കാൻ പറ്റാണ്ടുള്ള അങ്ങനെയൊന്നുമില്ല. നോർമലായിട്ട് ചെറുതായിട്ടൊരു പുറം കിഴപ്പ് അങ്ങനെയൊക്കെ വരുന്നല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ അത് നോക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇനി
തലയിലത്തെ ട്യൂമറിൻ്റെ ആണെങ്കിൽ അത് അന്നേ സർജറി ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ഫോളോ അപ്പ് പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലല്ലേ ഈ വീഡിയോ ഇട്ട സമയത്ത് സ്കാൻ ചെയ്തതൊക്കെ സ്കാൻ ചെയ്തു. അന്ന് കുഴപ്പമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത്രയും നാളായ സ്ഥിതിക്ക് ഇനി വരാൻ സാധ്യതയില്ല. അപ്പം എന്തെങ്കിലും ഇനി വല്ല ബുദ്ധിമുട്ട് വല്ല ഹോർമോൺ ചേഞ്ചസ് ഒക്കെ പോലെ ഇനി തോന്നിയെങ്കിൽ മാത്രം ഇനി ടെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇനി അത് വളരാൻ സാധ്യത ഒട്ടുമില്ല എന്നാണ് പറഞ്ഞത്. അന്ന് സ്കാനിങ് റിസൾട്ടൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടപ്പോഴേ അങ്ങനെ. അടുത്തത് എസ് ബായുഷി. ഞായറാഴ്ചകളെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് മട്ടാഞ്ചേരിയിലെ ആ പഴയ അടുക്കളയിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന വേപ്പിലയും വെളിച്ചെണ്ണയും ചേർന്ന ആ ഒരു സുഗന്ധമാണ്. വെറുമൊരു മണമല്ല, അത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു. ഞായറാഴ്ചകളിൽ 1/2 കിലോ ബീഫും 1 കിലോ കായയും ഇട്ട് കറി വെച്ച് വട്ടത്തിലിരുന്ന് ലാവിഷായി ഊണ് കഴിച്ചിരുന്ന ഒരുപാട് കുടുംബങ്ങൾ അന്ന് മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്നു. ആ ഓർമ്മകളുടെ മധുരമുള്ള ഒരു യാത്രയാണിത്. അക്കാലത്ത് ഞായറാഴ്ചകളുടെ പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. പുലർച്ചെ തന്നെ ദൂരേന്ന് നിന്നേ ഒരു സൈക്കിളിൻ്റെ മണിമുഴക്കം കേൾക്കാം. നോക്കുമ്പോൾ ദാ വരുന്നു നമ്മുടെ സേതുചേട്ടൻ. സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു ഭീമൻ കായക്കൊലയും വെച്ച് കെട്ടിയാണ് വരവ്. സേതുചേട്ടൻ ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ടായിരുന്നു, മട്ടാഞ്ചേരിയിലെ ഒരു വീട്ടുകാരൻ തന്നെ നിരാശപ്പെടുത്തില്ല. കാരണം ഞായറാഴ്ച ബീഫിലേക്ക് കായ നിർബന്ധമാണ്. സേതുവെ, ആ കുലേന്ന് നല്ല ഒന്നാന്തരം നോക്കി 1 കിലോ ഒടിച്ചെടുത്തേ എന്ന് വീട്ടിലെ കാരണവന്മാർ വിളിച്ചു പറയുമ്പോൾ സേതുചേട്ടൻ്റെ മുഖത്തൊരു ജയഭേരി മുഴങ്ങും. കായ വാങ്ങി അടുക്കളയിലേക്ക് കൊടുക്കുന്നതോടെ അമ്മമാരുടെ വക ഒരു യുദ്ധപ്രഖ്യാപനമാണ്. പിന്നെ അവിടെ കേൾക്കുന്നത് കത്തിയുടെയും മരപ്പലകയുടെയും താളത്തിലുള്ള ശബ്ദമായിരിക്കും. ബീഫും കായും തമ്മിലുള്ള ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് ദൈവങ്ങൾ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റാത്ത ഒന്നായിരുന്നു. ബീഫിൻ്റെ കൊഴുപ്പും കായയുടെ ആ പ്രത്യേക മയവും ഒന്നു ചേർന്ന് പാകമാകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്രേവി, അത് ചോറിലേക്ക് ഒഴിച്ച് കൈകൊണ്ട് കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. അജുചേട്ടൻ പറഞ്ഞതുപോലെ ആ ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കിടപ്പാണ്. അത് വെറുമൊരു കിടപ്പല്ല, ഒരു ലോകമഹായുധം ജയിച്ചടക്കിയ യോദ്ധാവിൻ്റെ വിശ്രമമാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് കിടന്നാൽ പിന്നെ വൈകുന്നേരം ചായ കുടിക്കാൻ ആരെങ്കിലും വിളിക്കുന്നത് വരെ ബോധം കാണില്ല. മട്ടാഞ്ചേരിയിലെ ഞായറാഴ്ചകളിൽ കാറ്റ് പോലും പതിയെ വീശിയിരുന്നത് ഈ ഉച്ചയുറക്കത്തെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയാകണം. ഈ വരികൾ എഴുതി തുടങ്ങിയപ്പോൾ മനസ്സിലേക്ക് ഓർമ്മകൾ ഒരു അണപൊട്ടി ഒഴുകുന്ന പുഴ പോലെയാണ് വന്നത്. വലിയ ആർഭാടങ്ങളോ വലിയ ഡൈനിങ് ടേബിളുകളോ ഒന്നുമില്ലാത്ത, എന്നാൽ സ്നേഹം കൊണ്ട് നിറഞ്ഞ ആ കൊച്ചു വീടുകൾ. ഒരു ചെറിയ പാത്രത്തിലെ ബീഫ് കറി 8 പേർക്ക് വീതം വെക്കുമ്പോഴും ആർക്കും ഒന്നിനും ഒരു കുറവും തോന്നിയിരുന്നില്ല. കറിയിലെ ബീഫ് കഷ്ണങ്ങൾ തീർന്നാലും ആ കായ കഷ്ണവും കൂട്ടി ചോറുണ്ണാൻ മക്കൾ തമ്മിൽ വഴക്കിട്ടിരുന്ന ആ കാലം എത്ര മനോഹരമായിരുന്നു. ഇന്ന് കാലം മാറി, മട്ടാഞ്ചേരിയുടെ തെരുവുകളും മാറി. സേതുചേട്ടനും സൈക്കിളിലെ കായക്കുലയും ഇന്ന് ഓർമ്മച്ചെപ്പിലെ ചിത്രങ്ങൾ മാത്രം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിലാക്കിയ ബീഫും കായയും വാങ്ങി എയർ കണ്ടീഷണർ ഇട്ട മുറിയിലിരുന്ന് കഴിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ. എങ്കിലും ആ പഴയ ഞായറാഴ്ചകളുടെ ഓർമ്മകൾ മനസ്സിൽ തട്ടുമ്പോൾ ഇന്നും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയും വയറ്റിൽ ഒരു ചെറിയ വിശപ്പും വരും. ആ പഴയ ലാവിഷ് ഊണിൻ്റെയും സേതുചേട്ടൻ്റെ സൈക്കിൾ മണിയുടെയും അജുചേട്ടൻ പറഞ്ഞ ആ ഒറ്റക്കിടപ്പിൻ്റെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. എഴുതിയ എസ് ബായിഷിയുടെ മുന്നിലും പ്രണാമം. അങ്ങനെ എഴുതാൻ നല്ല കഴിവ് വേണം. അടുത്തത് സൂര്യ പി. സത്യം, ബീഫും ചക്കയും വെച്ച വീഡിയോ കണ്ടപ്പോൾ എന്തിനോ വേണ്ടി ഞാൻ സൈക്കോ മമ്മിയായിപ്പോയി. അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു. അതിലെങ്ങാനും കറപറ്റിയാൽ ശരിയാക്കും എന്ന ലെവൽ. കുറച്ച് കഴിഞ്ഞ് വീഡിയോ തീർന്നപ്പോഴാണ് ആലോചിച്ചത്, എന്തിനായിരുന്നു ഈ ആവേശം. ഞാനിട്ട ഡ്രസ്സ് അതിലേക്ക്, അത് ലൈറ്റ് കളറല്ലായിരുന്നു, ക്രീം കളർ. അതിലേക്ക് തെറിക്കാവോന്ന് പേടിച്ചിട്ട് ഞാൻ അതിലേക്ക് തന്നെയാണ് ശ്രദ്ധിച്ചു നിന്നോടനെ. പിന്നെ ഈ അണ്ണാറക്കണ്ണൻ്റെ പാട്ട്, അണ്ണാറക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ മൂവാണ്ട അങ്ങനെയാണ് പാടേണ്ടിയിരുന്നത്. അതിന് പകരം ഞാനിങ്ങനെ പാടം വായിക്കണ പോലെ. എനിക്കത് മനസ്സിലായില്ല ആ പാട്ടാന്ന്. ചൂര മീൻ അച്ചാർ എന്തായി? എല്ലാവരോടും സ്നേഹം മാത്രം. മുല്ല ഷബീറയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, അത് ഈ ഞായറാഴ്ച വീണ്ടും അത് വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ബിന്ദു ധനജൻ, ഇങ്ങനെയൊക്കെ എഴുതാൻ എങ്ങനെ കഴിയുന്നു എന്ന് തോന്നും ചിലരുടെ കമന്റ് വായിച്ചു കേൾക്കുമ്പോൾ. പ്രതികരണം പരിപാടി കണ്ടതിന് ശേഷം ആ കമന്റുകൾ വായിച്ചു നോക്കി അങ്ങനെ ഇരുന്നു പോയി. ഭയങ്കര കഴിവ് തന്നെ. ചിലത് വായിച്ചു കേൾക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. ഈ പരിപാടിയുടെ ദൈർഘ്യം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. അസലായിണ്ടത്, 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ടത്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വീഡിയോകള്. ഇതിന്റെ വ്യൂസും കുറവ് ഇതിന് തന്നെയാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ ഇതിടും. ആളുകൾക്ക് ഇഷ്ടമാണിത്. കുറച്ച് പേരുണ്ട് ഇഷ്ടമുള്ളവര്, അപ്പൊ അവരൊക്കെ കണ്ടോട്ടെ. ഗോപാൽ
ചന്ദ്രാപിന്നിയിൽ എൻ്റെ ചേച്ചിയുടെ അനിയൻ്റെ ക്ലിനിക്കുണ്ട്. ഡെന്റിസ്റ്റാണ്. അവർ കോട്ടയമാണ്. ക്ലിനിക്കിന് വേണ്ടി അവിടെ വന്നതാണ്. ചേച്ചിയെ കോട്ടയമാണ് കല്യാണം കഴിച്ചത്. അവരും കേരളത്തിലില്ല. ഹൈദരാബാദ് ആൻഡ് ദുബായ്. ഞങ്ങൾ 6 മക്കളാണ്. ബട്ട് ആരും കേരളത്തിലില്ല. എല്ലാവരും ഓരോ കൺട്രി ഓർ സ്റ്റേറ്റിലാണ്. 2016 എല്ലാവരും ഒന്നിച്ചതാണ്. അത് കഴിഞ്ഞു. 2021 ഞങ്ങൾ പെൺകുട്ടികൾ ഒന്നിച്ചു കൂടിയതാണ് നാട്ടിൽ. ഇനി എന്നാണ് എല്ലാവരും കാണുക അറിയില്ല. എന്താ അല്ലേ ലൈഫ്. യു പീപ്പിൾ ആർ റിയലി ലക്കി. കുറച്ച് മാറിയാൽ തൃപ്രയാർ ഞങ്ങളുടെ തറവാട്. തറവാട്ടിൽ വരുമ്പോൾ ചന്ദ്രാപിന്നി വഴിയാണ് പോകുന്നത്. 6 മക്കള് 6 സ്ഥലത്ത്. അല്ല എത്ര കൊല്ലങ്ങൾ കൂടുമ്പോ വേണമെന്ന് കാണാൻ. 2016 കൂടിയിട്ട് പിന്നെ 2021 പെൺമക്കള് മാത്രം കൂടി. അടുത്തത് കവിത ഹരീഷ്. ആ ചേച്ചിയുടെ സരിതയോടുള്ള സ്നേഹത്തോടെയുള്ള സംസാരം ഇഷ്ടായി. സ്വന്തം ആൾക്കാരോട് പെരുമാറുന്ന പോലെ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നമ്മളൊക്കെ ഇങ്ങനെയാണ്. എന്നാലും അന്നത്തെ ആൾക്കാർക്കൊക്കെ സംസാരിക്കാൻ പോലും ഇന്നത്തെ ആൾക്കാർക്കൊക്കെ സംസാരിക്കാൻ പോലും നേരമില്ലാത്തത് പോലെയാണ്. ഇത് ദരിദ്ര ചേച്ചിയുടെയാ. ദരിദ്ര ചേച്ചിയുടെ എന്നോടുള്ള സംസാരം ആരോ ഒരാളങ്ങോട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്നെ DA എന്നൊക്കെ വിളിക്കണത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ദരിദ്ര ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ കണ്ട വീഡിയോ ഇതാണ്. നമ്മള് കോൾപ്പാടത്തേക്ക് പോയിട്ട് പാട്ട് പാടിയിട്ടില്ല ആ വീഡിയോ. പാട്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഫോണൊക്കെ പോയത്. എന്നിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ ആ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ ആ വീഡിയോ ആണ് ആദ്യമായിട്ട് കണ്ടത്. അന്ന് മുതൽ നമ്മളുടെ ഫോളോവറാണ്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ആൾക്ക് കിട്ടി. അന്ന് മുതൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ആളുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ല, പച്ചക്കറി വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ഇന്നും കൂടി ഇട്ടിട്ടുണ്ട്. ഫോട്ടോ വീഡിയോ ഒക്കെ പാട്ട് പാടി അയക്കും. എന്നോട് പാട്ട് പാടി അയക്കാൻ പറയും വിശേഷങ്ങൾ. അപ്പോൾ ആളുടെ മോളെ പോലെയാണ് ഞാൻ. അത്ര അടുപ്പാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ DA എന്നൊക്കെ വിളിക്കണത്. എനിക്കതിൽ ഒരു ഇതും തോന്നിയിട്ടില്ല. അത്രയും അടുപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ വിളിക്കണം. അല്ലാണ്ട് അത് ബഹുമാനക്കുറവോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ അങ്ങനെ കയറി വിളിച്ചു അങ്ങനെയൊന്നുമില്ല കേട്ടാ. അത് ആ സ്നേഹം കൊണ്ടാണ് അങ്ങനെ വിളിക്കണത്. ബീന രഘുനാഥ്. ദരിദ്രി സൂപ്പറായിട്ടുണ്ടല്ലോ. ചന്ദ്രാപിന്നി ഹൈസ്കൂളിൽ വെച്ച് പാടുമ്പോഴുള്ള അതേ സൗണ്ട്. ബീനയെ ഓർമ്മയില്ലേ? ത്രിപുര ടീച്ചറുടെ മകൾ. ദരിദ്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ദരിദ്ര ചേച്ചി അതിന് മറുപടികളും കൊടുത്തിട്ടുണ്ട്. ക്ലാസ്മേറ്റ് ആണ്. അടുത്തത് കമറുദ്ദീൻ. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് നിങ്ങൾ എത്തിയിരിക്കുന്നു. കമറുദ്ദീൻ ഹായി അയക്കും നമുക്ക്. അപ്പൊ ആ വശാണ് കമറുദ്ദീന്റെ വീട്, ചന്ദ്രാപിന്നിയിലെ. അടുത്തത് ജോളി സുരേഷ് ബാബു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ എത്തിയല്ലേ, അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മുടെ വീഡിയോ കാണുന്നവരെയൊക്കെ അറിയണ്ടാവോലെ നമ്മളവിടേക്ക് എത്തി. തൊട്ടടുത്ത് കൂടെ നമ്മൾ പോയതൊന്നും അവരറിയണില്ലല്ലോ. വിജയലക്ഷ്മി. ദരിദ്ര ചേച്ചിയുടെ ശബ്ദവും പാടിയതും സൂപ്പർ. നല്ല പരിചയമുള്ള ഒരാളായി തോന്നി. സരിത ഭാഗ്യവതിയാണ്. എത്ര ആളുകളാണ് സരിതയെ സ്നേഹിക്കാൻ. മോൻ്റെ പാട്ടും മിമിക്രിയും സൂപ്പറായിട്ടോ. അതെ, ഞാൻ വളരെ ഭാഗ്യവതിയാണ്. എന്നെ കുറേ പേര് നന്നായി സ്നേഹിക്കുന്നുണ്ട്. ചേട്ടനി, ജഗ്ഗുനി. ലക്ഷ്മി രാജേഷ്. ദരിദ്ര ചേച്ചി സൂപ്പർ. ചേട്ടാ സരിത പരിചയപ്പെടുത്തിയതിൽ സന്തോഷം. DA സരിത. ഹൗ എന്തൊരു സ്നേഹമാണ് ആ വിളിയിൽ. എനിക്ക് ഇപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ വോയിസ് മെസ്സേജുകളൊക്കെ ഇടുന്നത് ഞാൻ കേട്ടിട്ട് ചിലപ്പോൾ ഞാൻ വല്ലത് അല്ലെങ്കിൽ മറ്റേ ഹാർട്ട് അങ്ങനത്തെ ഒക്കെ വല്ലത് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഞാൻ വോയിസ് ആയിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവില്ല. കുറച്ച് ദിവസം അടുപ്പിച്ച് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ DA സരിത പെണ്ണേ, നീ എന്താടി എനിക്ക് വോയിസ് അയക്കാത്തത്? എനിക്ക് നിൻ്റെ ശബ്ദം കേൾക്കണം. വീഡിയോ കൂടെ കേൾക്കണ ശബ്ദം കേട്ടാൽ പോരാ. അല്ലാണ്ട് എനിക്ക് എന്നോട് മാത്രമായിട്ട് പറയണത് നിൻ്റെ ശബ്ദം കേൾക്കണം. നീ എന്തെങ്കിലും 2 വരി പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇട്ടേടി എന്ന് പറയും. അങ്ങനെയാണ്. അടുത്തത് ഉഷാ ശിവപ്രസാദ്. പതിവ് പോലെ ഇന്നത്തെയും പരിപാടി സൂപ്പർ. സരിത വളരെ യങ് ആയിട്ട് തോന്നി. ദരിദ്ര ചേച്ചി നന്നായി പാടിയിട്ടോ. മോൻ്റെ പാട്ടും നന്നായി. സീന തിലകൻ. ഞങ്ങളുടെ ധാത്രിക്കുട്ടി നല്ല പാട്ടുകാരിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ചെയ്യാൻ തോന്നിയത് സന്തോഷം, നന്ദി. ഈ സീന തിലകൻ എന്ന് പറയണത് നമ്മുടെ ദരിദ്ര ചേച്ചിയുടെ ചേച്ചിയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അറിയില്ല, ഉറപ്പില്ല. സീന എന്നാണ് ആളുടെ പേര്. രാജൻ കുട്ടപ്പൻ. വീണമോൾ ബസ് പെരിഞ്ഞനം കിഴക്ക് ഭാഗം കൊറ്റിലക്കടവിലാണ്. വീണമോൾ ബസ് കൊറ്റിലക്കടവ്. ചേട്ടൻ പറഞ്ഞില്ലേ ആ ഭാഗത്തെ വീട്, വീണാസ്കറി വെള്ളിലത്തെ വീണയുടെ പെരിഞ്ഞനാണെന്ന്. പെരിഞ്ഞനം ഒക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. 3 പിടിയെ പെരിഞ്ഞനം, ചന്ദ്രാപിന്നിയൊക്കെ മതിലകം. അടുത്തത് ശ്രീദേവി സുരേഷ്. ഇന്നത്തെ വീഡിയോ
നല്ല മനസ്സിന് കുളിർമ നൽകുന്നതായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയതിൽ സങ്കടം തോന്നി. ദരിദ്ര ചേച്ചിയുടെയും മകൻ്റെയും പാട്ട് നന്നായിരുന്നു. ചേച്ചിയുടെ സൗണ്ട് എന്ത് രസമാണ് കേൾക്കാൻ, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പാട്ടുകൾ കുറച്ചുകൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ചെമ്മീൻ റെസിപ്പിയും നന്നായിരുന്നു. ഞാൻ പറഞ്ഞ ഇന്ന് എനിക്ക് പൊട്ടുകുത്താന്ന് പറഞ്ഞു അത് പാടാൻ ആ പറഞ്ഞു. പാട്ടാണ് പറഞ്ഞ ചേട്ടൻ പാടാനായിട്ട്. അപ്പൊ അയ്യോ അതിലത്തെ സ്വരങ്ങളൊക്കെ പാടാൻ ഭയങ്കര പാടാ, അതൊന്നും പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. പിന്നെ ഒക്കെ കോപ്പിറൈറ്റാ പാട്ട് ശരിക്കും ആളുടെ മുഴുവനായിട്ട്. പാട്ട് ഫുള്ള് എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഇടാൻ പറ്റിയില്ല. ഇട്ട് നോക്കുമ്പോ കോപ്പിറൈറ്റ് വരാം. അപ്പൊ ഞങ്ങൾ പിന്നെ അത് വീണ്ടും ഡിലീറ്റ് ആക്കി കളഞ്ഞ് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം ഇട്ടിട്ടുള്ളൂ. ധനു ചേച്ചിയുടെ പാട്ടും പാചകവും സൂപ്പർ. പക്ഷെ സരിതയെ എടി എന്നുള്ള വിളി എന്തോ പോലെ തോന്നി. ഒരു തവണ ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് കുറേ തവണ. ചിലപ്പോൾ അത്ര അടുപ്പുള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും മോളെ എന്നോ സരിത എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാമായിരുന്നു. ഇതിനുള്ള മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ചേച്ചിക്ക് അത്രയും അടുപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ. കുറേ കൊല്ലമായിട്ട് അടുപ്പുണ്ട്. എന്നെ മോളെ പോലെയാണ് ആൾക്ക്, അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടാ. അടുത്തത് വിനോദിനി KP. അരി അടുപ്പത്തിട്ടതിന് ശേഷം കയ്യിൽ കൊണ്ട് ഇളക്കാത്തത് എന്താണ്? ഇളക്കണം. അരി ഇട്ട് കഴിഞ്ഞാൽ അപ്പനെ ഇളക്കണം എന്നൊന്ന്. അരി ഒട്ടിപ്പിടിക്കാണ്ട് അടിഭാഗത്ത് അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ? ഞാൻ എനിക്കെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കുടിലിടുന്ന സമയത്ത് അവിടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇനി കയ്യിലെടുക്കാൻ അടുക്കള വരെ പോണ്ടേന്ന് ചേച്ചിട്ട് ഇളക്കില്ല ഞാൻ. അങ്ങനെ കയ്യിലടുത്തുണ്ടെങ്കിൽ നമ്മൾ ഇളക്കും, അല്ലെങ്കിൽ ഇളക്കില്ല. അതാണ് അതിന്റെ സൈക്കോളജി അതിന്റെ പിന്നിലത്തേത്. ഡാലിയ ദിവാകരൻ. സന്തോഷം നിറഞ്ഞ വീഡിയോ. ആദ്യം ചിക്കൻ ഓരോ കഷ്ണമായിട്ടപ്പോൾ തോന്നി അടുത്തത് എല്ലാം കൂടി തട്ടുന്നു. നമുക്കറിയാമല്ലോ അജു ചേട്ടൻ്റെ വെപ്രാളം, പോരാത്തതിന് വിരുന്നുകാരും ഉണ്ടല്ലോ, സ്വാഭാവികം. എന്നാലും ആരായിരിക്കും സരിതയെ പറ്റിച്ചത്? പച്ചക്കറി മതി എന്ന് പറഞ്ഞത്. പച്ചക്കറി മതി എന്ന് തന്നെ അവർ പറഞ്ഞേ. പിന്നെ അവർ പച്ചക്കറി എന്ന് പറഞ്ഞപ്പോൾ വെറുതെ പറഞ്ഞത് അനിമല്. ആരാ പറഞ്ഞ അങ്ങനെ? ഞങ്ങൾക്ക് ഇറച്ചി മീൻ മതി, അവർക്ക് വേണ്ട, അവർക്ക് പച്ചക്കറി തന്നെയാ താല്പര്യം. അതെ എന്നിട്ട് പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞതാട്ട ചേച്ചി എന്ന്. ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം നിമ്മലും പ്രിയും പറഞ്ഞു വെറുതെ പറഞ്ഞതാട്ടാന്ന്. ഞാൻ കേട്ടില്ല. അടുത്തത് സദിയസ്. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കൂട്ടുകുടുംബ കാലത്തിലേക്ക് പോയി. എന്ത് സന്തോഷമാണ് എല്ലാവരും ഒത്തുകൂടുമ്പോഴല്ലേ. തീർച്ചയായിട്ടും. ശില്പ ശ്രീകുമാർ നായർ. ആ ചേച്ചിയുടെ ഫേസ് സരിത ചേച്ചിയുടെ വണ്ണം വെച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ തന്നെ. എന്നാലും ആ ചേട്ടന് പോർക്ക് വെച്ച് കൊടുക്കാഞ്ഞത് മോശമായി അജു ചേട്ടാ. പ്രിയടയാ പ്രിയ ഞാനൊരു മുഖച്ചായാണോ? എനിക്ക് തോന്നണില്ല അല്ലേ. പ്രിയയുടെ ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ മുഖച്ചായ. അടുത്തത് അനീഷ MS. പ്രവാസവാസത്തിനും ജോലിക്കും ഇടയിൽ ഇരുന്ന് ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോയി. എല്ലാ വീഡിയോ അടിപൊളിയാണ്, നല്ല കുടുംബം. ഞാനും തൃശ്ശൂരാണ്, മാള. നാട്ടിൽ വരുമ്പോൾ കാണാം. മാളയിലേക്ക് ഞങ്ങള് 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ന്യൂബലിന്റെ ഷോപ്പ് വീഡിയോ. അടുത്ത ജെസ്സി ടാർസിസ്. എൻ്റെ അപ്പനും അമ്മയും ഉള്ള കാലം ഓർത്തുപോയി. നിങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ. സരിത എന്ത് ഭംഗിയായിട്ടാണ് കറിക്ക് കഷ്ണം നുറുക്കിയെടുക്കുന്നത്, അജു അരി ഇട്ട് ഇളക്കുന്നതും അപ്പോൾ സരിതയുടെ കമൻറ്റും എല്ലാം നല്ല രസമായിരുന്നു കാണാൻ. അരി ഞാൻ കഴുകുമ്പോൾ അരി കൈയിട്ടിളക്കാൻ വന്നതല്ല, അതാണ്. സൂസൻ ജെയിൻ. കുടിലിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഒരു ഒത്തുകൂടൽ. ഞാൻ ലണ്ടനിൽ ഇരുന്നാണ് കാണുന്നത്. നിങ്ങളുടെ വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണും. ശരിക്കും നാട് കാണാനും പഴയ ഓർമ്മകൾ പുതുക്കാനും നിങ്ങളുടെ വീഡിയോ സഹായിക്കുന്നു. ഒത്തിരി ഇഷ്ടമാണ്. മിക്കവാറും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണും. അയ്യോ, ഡ്രൈവ് ചെയ്യുമ്പോൾ റോട്ടിലേക്ക് നോക്കിയിട്ട് വണ്ടി ഓടിക്കണ്ടേ? ഉറങ്ങാതിരിക്കാൻ. ആഫ്റ്റർ നൈറ്റ് ഡ്യൂട്ടി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് വേണമെങ്കിൽ ഇത് ഇട്ടിട്ട് വരുന്നുണ്ടാവാം. കേട്ടാ മതിയല്ലോ. അപ്പോൾ ശരിക്ക് നമ്മുടെ കമന്റ് വായനയാണ്. ചിലവർ പറയാ ഈ കാർ ഓടിപ്പിക്കുമ്പോൾ അതിലിട്ട് കേൾക്കുന്നു അല്ല ഈ എന്താ പറയാ റേഡിയോയിലൊക്കെ കേൾക്കണ പോലെ ഇങ്ങോട്ട് കേട്ട് പോകുന്നു. ലവ് യു ഓൾ. അടുത്ത് അർജുൻ VK. നമസ്കാരം അജു ചേട്ടാ. സന്തോഷം പറഞ്ഞില്ലേ? ജഗ്ഗു മറ്റേ സന്തോഷം പറഞ്ഞില്ലേ? അർജുൻ VK. നമസ്കാരം അജു ചേട്ടാ, സർദേച്ചി, ജഗ്ഗു. ഫാമിലി മെമ്പേഴ്സിനെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇന്നത്തെ മനോഹരമായ ഫാമിലി ഗെറ്റ് ടുഗദർ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. ഹാവ് എ ഗ്രേറ്റ് ഡേ. അടുത്തത് സന്ധ്യാപ്രഭ. അവിയൽ കഷ്ണത്തിൽ വെള്ളം കൂടുതൽ, പിന്നെ നാളികേര അരച്ചതിൽ വെള്ളം കൂടിപ്പോയി. അതാണ് ടേസ്റ്റ് ഉണ്ടാകും. അത് കാരണം കൊണ്ട് നിമ്മല് ഭയങ്കര ഇഷ്ടമായി. നിമ്മല് പുളി ഇഷ്ടമല്ല, ഒട്ടും പുളി ഇഷ്ടമല്ല. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ബാക്കി ചോറിന് അടിപൊളി ഡ്രൈ ആയിട്ടുള്ളതാണല്ലോ. ഇനി ഡ്രൈ ആയിട്ടുള്ളത് സദ്യക്കൊക്കെ വെക്കുന്നത് പോലത്തെ ഡ്രൈ ആയിട്ടുള്ളത്. ഇത് നല്ല കുഴമ്പായ കാരണം നമുക്ക്
അതിൻ്റെ ചാറ് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ്. പപ്പടം ഉണ്ടെങ്കിൽ മിന്നിച്ചു. അപ്പൊ വൈകുന്നേരത്തെ ഊണ് കഴിഞ്ഞിട്ട് അവര് പോയതേ, അവര് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കറുപ്പ് സിനിമയ്ക്ക് പോയിട്ട് 10:30 ഒക്കെ ആയി വരുമ്പോ പിള്ളേരും കൊണ്ടുപോയില്ല. പിള്ളേരും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. അവര് 4 പേരും മാത്രം പോയേ, തുന്തുരും ചക്കരയും പ്രിയും നിമലും. എന്നിട്ട് അവർ സിനിമ കഴിഞ്ഞ് വന്നിട്ട് ചോറൊക്കെ കൊണ്ടിട്ടാണ് അവർ പോയത്. പിറ്റേ ദിവസം രാവിലെ അവർ നെല്ലിയാമ്പതിക്ക് ടൂർ പോയിരുന്നു. നെല്ലിയാമ്പതിക്ക് ഒരു ട്രിപ്പ് വെറുതെ. അപ്പോൾ അവർ രാത്രി തന്നെ പോയി. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന സാമ്പാറും അവിയലൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി. അടുത്തത് മിനി എസ് കുമാർ. അവിയൽ ഇളക്കി ഇളക്കി പരുവക്കേടാക്കി, അച്ചാർ എടുക്കാൻ മറന്നോ? ഏത് മീനച്ചാറ? അതൊക്കെ കഴിഞ്ഞു. അന്ന് അവിടെ നിന്ന് ചാറ് ഇത്തിരിയിരിക്കണു. ഞാൻ നോക്കിയപ്പോ പാത്രം അങ്ങനെ തന്നെ, ഗ്ലാസിന്റെ പാത്രം അങ്ങനെ മൂടി തന്നെ ഇരിക്കണ്ടേ. അപ്പൊ ഞാനത് തുറന്നു നോക്കിയപ്പോ ഉണ്ട് അതിന്റെ ചാറ് മാത്രമുള്ള കഷ്ണമൊക്കെ പറക്കി പറക്കി തിന്നിട്ട്. അതെ, അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞ് കഴുകി വെച്ചു. അന്ന് അവിടുന്ന് ബെഞ്ച് മാറ്റിയപ്പോൾ ഞാനും ചീത്ത വിളിച്ചിരുന്നു. സോറി അജു. അത് സാരല്ലേ, ഇടയ്ക്ക് കുറച്ച് ചീത്ത കേൾക്കണം. ജ്യോതിനാഥ്, ഹായ് നമസ്കാരം. നല്ല സുഖമുള്ള ജീവിതം. ഞാനൊക്കെ ഫ്ലൈറ്റിന് കൊടുത്ത ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ പറ്റുമായിരുന്നു. ബുദ്ധിയുള്ളവന് ക്യാഷ് ഗോഡ് വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, ഗുണങ്ങളും ഉണ്ടാവും അല്ലേ? നമുക്ക് നമ്മുടെ വീട് ഇവിടെ ചുറ്റിപ്പറ്റി തന്നെ നമ്മുടെ ജീവിതം. നമുക്ക് സാഹചര്യം മാറാണ്. ചിലപ്പോ നമ്മളും ചിലപ്പോ ഈ പ്രവാസിയാവാൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഇവിടെ നിന്നല്ല പറഞ്ഞത്. അല്ല, സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നുണ്ടെങ്കിലേ അപ്പൊ ഓരോരുത്തരുടെ ജീവിതം ഏതൊരു രീതിയിലാണ് രൂപപ്പെടാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു വിമാനത്തില് കൊടുത്ത പൈസ കൊണ്ട് ഒരു വലിയ വീട് പണിയാമായിരുന്നു അല്ലെങ്കിൽ വാങ്ങിക്കാമായിരുന്നു പറയുമ്പോ എന്തോരം വിമാനയാത്ര ചെയ്തിട്ടുണ്ടാവണം എന്ന് ആലോചിക്കണം. ഞാനതാണ് ആലോചിക്കുന്നത്. അപ്പൊ നമ്മുടെ മമ്മൂട്ടി പറയണ പോലെ ഞാനങ്ങടെ എയർപോർട്ടിൽ ചെന്നപ്പോഴേക്കും എയർ ഹോസ്റ്റസുമാരും പൈലറ്റുമാരും കൂടി ഓടി വരാം. അതെന്താ? ഞാനാണല്ലോ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത് ഇന്ത്യൻ എയർലൈൻസിൽ. അപ്പൊ അവരെല്ലാവരും കൂടിയിട്ട് അവർക്ക് അല്ലാന്നിട്ടാണ് അവർക്ക് സ്വീകരണം തരണം എന്ന് പറഞ്ഞ പോലെയാണ് തോന്നുന്നുണ്ട്. ആളുടെ ജ്യോതിനാഥിന് അതുപോലെ സ്വീകരണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അഴകിയ രാവണയിലത്തെ ഡയലോഗ് പറഞ്ഞതാട്ടാ മമ്മൂട്ടിയുടെ. ശ്രുതി പ്രദീപ്, 1:35. എൻ്റെ പൊന്നോ, ആ നിപ്പും ഓടി വന്നിട്ടുള്ള ആ കൈയിട്ടിളക്കലും റിപ്പീറ്റ് അടിച്ച് കണ്ട് ചിരിച്ചൊരു വഴിയായി. എനിക്ക് എൻ്റെ മോനെ പോലെ തോന്നി. ഞാൻ അരി കഴുകുമ്പോ ഓടി വന്ന് കൈയിട്ടിളക്കി ഉടന്നത്, പൈപ്പാ തുറക്കണാണ്ട് അപ്പൊ ഓടി വന്ന് കൈയിട്ടിളക്കി. അതൊക്കെ അറിയാണ്ട് ചെയ്തു പോണതാ. രമണി പടിഞ്ഞാക്കര, അജു സരിത, എന്തൊരു തുറന്ന മനസ്സാണ് അജുവിൻ്റെ. അച്ഛൻ കുപ്പി അടിക്കൂലോ, ആരും തുറന്ന് പറയില്ലല്ലോ. എല്ലാവരെയും കണ്ടു സന്തോഷം. കുറേ പേര് അച്ഛനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വന്നിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിയും മാമനും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൻറ്റിയും മാമനും ഇല്ല, ആൻറ്റിക്ക് സുഖമില്ല, അത് കാരണം ആൻറ്റിയും മാമനും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛന് കമ്പനി ഇല്ലല്ലോ. മാമ വന്നാലാണ് അച്ഛന് കമ്പനി ഉള്ളത്. അപ്പൊ അച്ഛനും ഇല്ല. ഇവിടെയാണ് കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരും അടിക്കുന്നവരും ഇല്ല. അപ്പൊ അത് വേസ്റ്റ് ആവും. ലതാ മോഹൻ, എന്ത് പണി ചെയ്താലും അതിൽ അജുവിൻ്റെ ഒരു കയ്യൊപ്പ് വേണം, അത് നിർബന്ധ. അതുകൊണ്ടാണല്ലോ പിള്ളേര് അരിക്കകത്ത് കൈയിട്ടിളക്കുന്ന പോലെ ഇടയ്ക്ക് കുറേ വന്ന് ഇളക്കിയത്. അടുത്ത ഷക്കീർ, കൂടാരം ഇങ്ങനെ ആക്കാണെന്ന് പറഞ്ഞപ്പോൾ എത്ര നെഗറ്റീവായിരുന്നു. ഇപ്പോൾ നോക്കി എന്ത് രസാ. ഇങ്ങനൊരു വൈബ് വീട്ടിൽ എവിടെയും കിട്ടില്ല. എല്ലാവരും കൂടി വീടിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ ഇത്ര രസം ഉണ്ടാവില്ലായിരുന്നു. അത് ശരിയാ, അവരവിടെ നിന്ന് അകത്തേക്ക് വന്നേയില്ല. അവരവിടെ നിന്ന് പിന്നെ ചീട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, കാർഡ്സ് ഇല്ലേ, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതെല്ലാവരും കൂടി അവിടെ വട്ടട്ടിരുന്ന് അത് കളിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളത്തിലേക്ക് ചാടാൻ അവർ പോയത്. അതിന്റെ ഭക്ഷണം കഴിക്കില്ല അവിടെ തന്നെ. അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ഞങ്ങൾക്കായാലും അവിടെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടട്ടാ. എന്തൊരു രസം അവിടെ ഇരിക്കാൻ. ഇനി മഴ പെയ്യുമ്പോൾ ഇരിക്കണം, അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഈ മഴയുടെ കൂടി ഇടിവിട്ട് തരണ കാരണം കൊണ്ടേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പകല് മഴ പെയ്യുമ്പോൾ ഒന്ന് അവിടെ ഇരുന്നിട്ട് ആ മഴ ഒന്ന് അവിടെ ഇരുന്ന് ആസ്വദിക്കണം എന്നുണ്ട്. ഓരോ സ്ഥലവും നല്ലതും ഭംഗിയുള്ളതും തന്നെയാണ്, എങ്കിലും ഇത് വേറെ തന്നെ. മാറ്റം വരുത്തിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. എനിക്ക് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അങ്ങേയറ്റം ആസ്വദിച്ചു, ഒന്നും പറയാനില്ല. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഏറ്റവും അധികം മിസ് ചെയ്യും ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒരുമിക്കുന്നതും. എത്ര ടേസ്റ്റുള്ള ഭക്ഷണമാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ? ആ സമയം കുറേ പേര് കൂടിയിട്ട് ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണമാണെങ്കിലും നമ്മൾ ആസ്വദിച്ച് കഴിക്കണത് വയറ് അറിയാതെ കഴിക്കുമെന്ന് പറയില്ല, അങ്ങനെ നമ്മൾ എടുത്ത് കഴിക്കാൻ തോന്നുന്നു നമുക്ക്. എനിക്ക് വെറുതെ അല്ല, ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഞാൻ ഭക്ഷണം എന്തോരം കഴിക്കാമെന്നറിയൂ.
ഞാൻ സാധാരണ കഴിക്കാറില്ല അത്ര വിളമ്പും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൊടുക്കും അങ്ങനെ എടുത്ത് ഇങ്ങനെ ഇരിക്കും. കാരണം ആ ഒരു വട്ടത്തിന്ന് എണീറ്റ് പോവാൻ തോന്നണില്ലേ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോ കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവല്ലേ. അപ്പൊ അത് വേണ്ട, അവിടെ തന്നെ ഇരിക്കണം. അപ്പൊ ഇത്തിരി ഒരു തരിയും കൂടി എടുത്ത് അങ്ങനെ കഴിച്ചിങ്ങനെ ഇരിക്കും. ആനന്ദലത, റിലേഷൻസ് ഒക്കെ വന്നു നാച്ചുറൽ ബ്യൂട്ടിയിൽ ഇരുന്ന് കഴിക്കുമ്പം കൊതിയാവുന്നു. ഞാനിവിടെ സിംഗപ്പൂരിൽ ഒറ്റയ്ക്കാ, റിലേഷൻസ് ഓൾ ഇൻ ഇന്ത്യ. സോ അത്ര പെട്ടെന്ന് ആരും ഇങ്ങോട്ട് വരില്ല, വന്നാലും ഈ നേച്ചർ ബ്യൂട്ടി ഇവിടെ കിട്ടില്ല, കണ്ടിട്ട് കൊതിയാവുന്നു. പിന്നെ പറഞ്ഞുള്ളത് ഒറ്റയ്ക്ക്, അതും വിദേശത്തും അല്ലേ. അങ്ങനെ ഒരു യാന്ത്രികമായ ജീവിതം. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ളൊരു നിലനിൽപ്പിന് പോയി അവിടെ നിന്നേ പറ്റൂ. ഒക്കെ കളഞ്ഞ് ഈ നൊസ്റ്റാൾജിയും പച്ചപ്പും ഹരിതാപം എന്ന് പറഞ്ഞു നാട്ടിൽ വന്നാൽ ജീവിക്കാൻ വേറെ വൃത്തിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പം അത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ മക്കൾക്കും അങ്ങനെ എല്ലാവരും ആലോചിക്കുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും. ഇതൊക്കെ മറന്ന് മാറ്റി വെച്ച് അവിടെ തന്നെ നിൽക്കും. ശരിക്കും പ്രവാസികളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്ന ഒരു ത്യാഗമാണ്. മറ്റുള്ളവർക്ക് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവിതം അവർ ത്യജിക്കുകയാണ് അല്ലേ. എല്ലാ ഇഷ്ടങ്ങളും എല്ലാതും മാറ്റി വെച്ചിട്ട്. എനിക്ക് അറബിക്കഥയിലത്തെ തിരികെ ഞാൻ വരുമെന്ന ആ പാട്ട് കേൾക്കുമ്പോഴേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. ഒരു ഭയങ്കര ഒരു വിഷമം അത്. ആൻസ്, ഹായ് ഹലോ അജു സരിത ജഗ്മോൻ, ഗെറ്റ് ടുഗദർ അടിച്ചു പൊളിച്ചു ആഘോഷിച്ചു. വെജിറ്റേറിയൻ ഡിഷസ് സൈഡായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി സെൽഫ് സർവീസ് ആയിരുന്നു. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ്, ബൈ. അതെന്തായാലും നന്നായി. എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം എടുത്ത് അവരാണ് പോവുക. ഒന്നും ഇത് ചെയ്യണ്ട. നമുക്കൊരു ഊണുമേശരം വട്ടം കൂടി ഇരിക്കുമ്പോൾ ഒരു 3-4-5 പേർക്കെല്ലാം ഇരിക്കാൻ പറ്റില്ല മാക്സിമം. ഇതങ്ങനെയൊന്നും വേണ്ട. അത് വെറുതെ ഇപ്പൊ ഭക്ഷണം എടുത്തിട്ട് എവിടെ വേണമെങ്കിലും നടന്നൊക്കെ ഭക്ഷണം കഴിക്കാമല്ലോ. നമ്മുടെ മാറ്റിയിട്ട് ബെഞ്ചിൻ്റെ അവിടെ വേണമെങ്കിൽ വന്നിരിക്കാം. ഇനി അവിടുത്തെ കുടിൽ വേണമെങ്കിൽ പോയിട്ടിരിക്കാം. ഇനി ഈ ബെഞ്ചിൻ്റെ അവിടെ ഇരിക്കാം, ഈ അറയത്ത് വേണിരിക്കാം. ഈ ബെഞ്ചിന്റെ അവിടെ ഇരിക്കുമ്പോ ചിലപ്പോൾ ചക്ക വീഴും, ചക്കകള് വീണോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഇത് ഇവിടെ ഇത്തിരി ഡേഞ്ചറസ് ആയിരിക്കണത്. ഓടി നടന്ന് ഭക്ഷണം കഴിക്കും. നമുക്ക് ഈ ചുറ്റുവട്ടത്ത് വണ്ടികളും ഈ അയലോക്കാരും ഇല്ലത്താരനെ ഒരു ശല്യമില്ല, ധൈര്യമായിട്ട്. അത് ഭയങ്കര റോഡ് ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക, ആളുകൾ എത്തി നോക്കാൻ അങ്ങനത്തെ. റെജി രാജൻ, എല്ലാവരും പച്ചക്കറി മതി എന്നൊക്കെ പറയും, പക്ഷെ കഴിക്കുന്നത് ചിക്കൻ കാലായിരിക്കും. അടുത്തത് സൈനബ എം കെ. സരിത അജു ചേട്ടാ നമസ്കാരം. ഞാൻ അടുത്താണ് വീഡിയോ കാണാൻ തുടങ്ങിയത്. മസ്കറ്റിലുള്ളത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ ചിരിക്കാൻ നല്ല രസമാണ്. പച്ചക്കറികൾ കാണുമ്പോൾ കൊതിയാകുന്നു. എൻ്റെ വീട്ടിൽ മുമ്പ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ്റെ മകൾ ഇപ്പോൾ 15 വർഷമായി കൃഷി ചെയ്യുന്നില്ല. ഞാൻ കാസർഗോഡ് തൃശ്ശൂർ ഫ്രണ്ടിന്റെ വീട്ടിൽ വരാറുണ്ട്, പാടൂര്. എനിക്ക് ഇനി വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരും. പച്ചക്കറികൾ തരുമോ? ഇവിടെ ഉള്ളത് തരും നമ്മള്. മസ്കറ്റ് എന്ന് പറഞ്ഞ ഒമാനല്ലേ അല്ലേ? പേപ്പറിലുണ്ട്. അവിടേക്ക് ഈ അവധിക്കാലത്ത് വരാനായിട്ടേ ഇരട്ടിയേക്കാളധികം വിമാന ചാർജാന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആളുകൾ ബുദ്ധിമുട്ടുന്നത്. മസ്കറ്റിന്റെയാണ് കാര്യം പറയുന്നത് മെയിനായിട്ട് എന്ന് പേപ്പറിലുണ്ട്. അടുത്തത് ഹന്ന അബ്നഫ്. അജുചേട്ടൻ ഒരു സംഭവം തന്നെയാണ്. ബെഞ്ച് മാറ്റിയപ്പോൾ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ അത് നല്ലതായി എന്ന് തോന്നുന്നു. അന്ന് ഞാനും കുറ്റപ്പെടുത്തി, സോറി. നിങ്ങൾക്ക് എല്ലാത്തിനും ജ്ഞാനദൃഷ്ടി ഉണ്ട്. അയ്യോ, സോറി പറയുന്നത് വേണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ സംഭവിച്ചു പോണ കാര്യങ്ങളാണ്. ചിലപ്പോൾ നല്ലതിനാവും, ചിലപ്പോൾ മോശത്തിനാവും. നമുക്കറിയില്ലല്ലോ, ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലോ. ഇനി അത് ചെയ്ത് നന്നാവോ എന്നുള്ളത് നമുക്ക് ചെയ്ത് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റും. ബെഞ്ച് മാറ്റിയിട്ട് ഇതിങ്ങനെ ടൈൽസ് ഒക്കെ വിരിച്ചപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു കൂടാരായി. പക്ഷെ ആ ബെഞ്ച് മേശയും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ കിടക്കുന്നു. അവിടെ മഴ കൊണ്ട് അത് കിടക്കുന്നു. മഴ കൊള്ളും. അടുത്തത് സ്റ്റെല്ല ജേസൺ. നിങ്ങളുടെ രണ്ടുപേരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നുന്നു. സന്തോഷം. ഒരു പ്രവാസി. 1827 അജു ചേട്ടൻ കുപ്പി എവിടെ? 1827 അച്ഛന് കുപ്പിയാണെന്ന് പറയില്ലേ, അത് ഈ ടൈമിലാണ്. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. 15-20 ചേട്ടന് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? 15-33 പിന്നെ എനിക്കിതൊക്കെ അറിയാം. 21-36 ഗുലാബ് ജാമുൻ്റെ പോലെ ഉണ്ടാക്കുന്ന സാധനം.
21:51. നീ എന്തുടനെ ചിരിക്കണം, നിനക്ക് മനസ്സിലായോ? പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലായി. അത് പ്രിയ മറ്റേതുണ്ടാക്കിയ വീഡിയോ. അതിൽ ഇത്രയധികം കോമഡി ഉണ്ടെന്ന് എനിക്കറിയേണ്ടതല്ലേ. ഞാൻ പിള്ളേരുടെ കൂടെ നടക്കുകയായിരുന്നു കേട്ടാ. പിള്ളേർക്ക് ഇവിടെ വിഷുവിന് വാങ്ങിച്ച കമ്പിത്തിരി, മത്താപ്പും മറ്റേ മേശപ്പൂവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാക്കിയിരിക്കുക, ജഗ്ഗു കത്തിക്കണമില്ല. അപ്പോൾ ഞാൻ പിള്ളേർക്ക് സുജിത വരുമ്പോൾ കൊടുത്തയക്കാൻ വിചാരിച്ചത്. പക്ഷെ അവൾ പിന്നെ ഇപ്പോൾ കുറേ നാളായി വന്നിട്ട്, അവൾക്കും അവളുടെ അച്ഛന് വയ്യാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൾക്ക് വയറിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വരാറില്ല ഇപ്പോൾ കുറേ നാളുകളായിട്ട്. ആ വിഷുവിൻ്റെ 2 ദിവസം മുന്നേ കൂടെ വന്നിട്ടുള്ളതാ, പിന്നെ വന്നിട്ടില്ലേ. അപ്പോൾ ഇതങ്ങനെ ഇരിക്കണം. ഇത് അവർക്ക് കൊടുത്തിട്ട് പിന്നെ ഇവരുടെ കൂടെ ആയിരുന്നു ഞാൻ. കുറേ നാളായില്ലേ ഇത് എടുത്തിട്ടൊക്കെ. അപ്പോൾ ഒരു നനവും തട്ടിയിട്ട് ശരിക്കും കത്തണമില്ല. അപ്പം അങ്ങനെ അവരുടെ കൂടെ നടന്നു. പിന്നെ ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, സാധാരണ ഇങ്ങനെ ആരുടെയെങ്കിലും കൂടെ നമ്മൾ ചീപ്പപ്പം ദരിദ്ര ചേച്ചിയുടെ അവിടെ പോയി, അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി ചെയ്ത് നിന്നാൽ മതി കേട്ടാ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ മാറിക്കാ ചെയ്യാറ്. ഇത് പക്ഷേ ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിൽക്കട്ടെന്ന് പാചകത്തിന് പ്രിയയുടെ കൂടെ, നീ വരണമെന്നില്ല എന്ന് പറഞ്ഞു എന്നോട് ആദ്യമേ തന്നെ. അപ്പോൾ ഞാൻ ശരി ചേട്ടൻ നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ചേട്ടൻ കുറേ അവളുടെ അടുത്ത് തമിഴ് പറയാണ്ട് മറാഠി പറയാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ തല കുത്തി പറഞ്ഞ് ചിരിച്ചേനെ. അവൾ മറാഠി പറഞ്ഞു. ദീദിക്കോ ബുലാവോ എന്നാ പറഞ്ഞേ. ചോര വരണ്ട എവിടെയും വായ മൊത്തം ചോര. അത് നീ നാവ് കൂട്ടി കടിച്ചിട്ടുണ്ടാവും. ഇല്ലില്ല. അടുത്തത് യുണൈറ്റഡ് ടയേഴ്സ്. അജു ഈ പഹയനെ കൊണ്ട് തോറ്റു, ഗുലാബ് ജാമിന്റെ പോലെ ഉണ്ടാവുന്നു. ഹിന്ദി നല്ല അറിവുള്ള ആളാണ് അജു. ചിരിച്ചൊരു വഴിക്കായി. അത് എല്ലാവരും കുറേ ചിരിച്ചു തന്നെയാട്ടാ അതിലത്തെ കമന്റ്സ് മൊത്തല്ലേ. സീനത്തി എമ്മ, ഇന്നത്തെ വീഡിയോ സൂപ്പർ, നല്ല റെസിപ്പി. മുംബൈ സിസ്റ്റർ വെരി നൈസ്. ഇങ്ങനെയുള്ള ഒത്തുകൂടലുകൾ സന്തോഷം തന്നെ. നിവ്യ ശരത്ത്, ഞാൻ BEd ആണ് പഠിച്ചത് ചാലക്കുടി ഗവൺമെന്റ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. 2017 പാസ്സായി. പണ്ട് TTSC ആയിരുന്നു, ഇപ്പോൾ അത് DEd തന്നെ എഴുതിയേക്കണേ. DEd ആക്കിയെന്ന് മാത്രം. ആ ചേച്ചി പറഞ്ഞത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ വ്ളോഗ് ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചു. ചേട്ടൻ്റെ കോമഡി അപാരം തന്നെ. അടുത്തത് രാജലക്ഷ്മി സുഭാഷ്. നമ്മുടെ രാജലക്ഷ്മി ചേച്ചി എപ്പോഴും മറ്റേ ആദ്യം 4 ഇടാറുള്ളൂ, വേറെ ഒന്നും ആൾ എഴുതാത്ത ആളാണ് എഴുതിയേക്കണേ. ദീദിക്കോ ബുലാവോ, അജു ഗുലാബ് ജാമുൻ്റെ പോലെയാണെന്ന്. അയ്യോ അയ്യോ, വെറും വയറ്റിൽ ചിരിച്ചൊരു വഴിയായി. രാവിലെ ബെഡിൽ നിന്ന് എണീക്കും മുന്നേ കാണുകയാണ്. ദീദിക്കോ ബുലാവോ എന്ന് പറഞ്ഞിടന്നേ. മറ്റേ ആൺകുട്ടിക്കിടാവിന്റെ അടുത്തേ അമ്മൂനെ വിളിക്കാൻ ദീദിക്കോ ബുലാവോ എന്നാ പറഞ്ഞേ. അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? ഞാൻ അപ്പനെ ചേട്ടനോട് പറഞ്ഞില്ലേ ദീദിക്കോ ബുലാവോ എന്നാ പറഞ്ഞു. എന്നിട്ട് അവര് ഇരുന്ന് ചിരിച്ച് വയ്യാണ്ടായി. നിമ്മലും പ്രിയക്കും അതിനാണ് ഞാൻ ഗുലാബ് ജാം എന്ന് പറഞ്ഞ. ഗുലാബ് ജാമിന്റെ പോലെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞത്. ഷാജിർ പയ്യമ്പാടി, അജു ചേട്ടാ സൂപ്പർ, കൊള്ളാം. ഇന്നത്തെ വീഡിയോ പതിവ് പോലെ ഇഷ്ടമായി. അരയന്നങ്ങളുടെ വീട് സിനിമ കണ്ടൊരു പ്രതീതിയാണ് ഉണ്ടായത്. മുംബൈ സിസ്റ്റർ സൂപ്പറായി. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. അരയന്നങ്ങളുടെ വീട് അവളുടെ ഒരു ചായ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, മറ്റേ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഒരു ചായ പോലെ ഉണ്ട് പ്രിയക്ക്. പിന്നെ സംസാരവും സന്ധ്യ ബാലൻ, ഐ ബോൺ ഇൻ മുംബൈ. ഐ ഓൾസോ മേക്ക് ദിസ് ടൈപ്പ് ഓഫ് സ്നാക്സ്, സോ ടേസ്റ്റി. മൈ അജു, ഐ ലാഫ് stomach. I laugh so much because of gulab jamun. God bless you. ചിരിച്ച് വയറ് വേദനിച്ചു അല്ലേ? അല്ല, കുറേ ചിരിച്ചു, വയറ് വേദനിച്ചു. ഞാൻ സ്റ്റൊമക്ക് എന്ന് വായിച്ചു, സോ മച്ച് എന്ന് എഴുതിയേക്കണേ, തെറ്റി വായിച്ചതാ. അപ്പൊ ചേട്ടൻ ചോദിച്ചു വയറ് വേദന എടുത്തു. അടുത്തത് എനിക്ക് കാണില്ല. വായിച്ചോ? എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ദേവ തിയേറ്റർ. നിങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ നാട് ഓർമ്മ വന്നു. പെരിങ്ങോട്ടുകര. ഞാനൊരു പ്രവാസിയാണ്. നിങ്ങളുടെ എല്ലാ വീഡിയോയും കാണും, എല്ലാം സൂപ്പർ. അടുത്തത് വിജയലക്ഷ്മി. ഞാൻ ഉച്ചയ്ക്ക് ചിരിക്കാനാണ് തയ്യാറെടുക്കുന്നത്. കമന്റ് വായിച്ചപ്പോൾ മനസ്സിലായി ഇന്ന് നന്നായി ചിരിക്കേണ്ടി വരുമെന്ന്. വീഡിയോ കണ്ടതിന് ശേഷമുള്ള കമന്റ് പറയട്ടെ, എൻ്റെ അജു എനിക്ക് ചിരിച്ച് മതിയായി. അതായത് കാലത്തന്നെ കമന്റ്സ് നോക്കി എന്തിട്ട് വീഡിയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം എല്ലാവരും ചിരിച്ച് ചത്തുന്ന. അപ്പം ചിരിക്കാൻ റെഡി ആയിട്ടാണ് ആൾ ഉച്ചയ്ക്ക് വീഡിയോ കണ്ടിരുന്നത്. അടുത്ത് ലതാ മോഹൻ, അജു എത്ര പെട്ടെന്നാ തമിഴും ഹിന്ദിയും പഠിച്ചത്. മലയാള വാചകത്തിന്റെ അവസാനം ഹേ എന്ന് ചേർത്ത് ഹിന്ദിയാക്കി.
എന്നിട്ട് ആ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ കാലുമേൽ കേറും ഹേ എന്ന് പറയണ്ടായിരുന്നു ചേട്ടൻ. എനിക്കറിയില്ലേ. കമ്പിത്തിരി കത്തിച്ചെന്റെ കമ്പിയൊക്കെ ഇവിടെ ഇട്ടോളോ, അല്ലെങ്കിൽ കാലുമേൽ കേറും ഹേ പിള്ളേരോട് പറയണ്ടായിരുന്നു എന്ന് ചേർത്ത് ഹിന്ദിയാക്കി. പിന്നെ ഗുലാബ് ജാം, അത് കേട്ട് കുറേ ചിരിച്ചു. ജയലക്ഷ്മി സുരേഷ് കുമാർ, അജൂസേ ഗുലാബ് ജാമുൻ എവിടെ കിടക്കുന്നു, ഇത് എവിടെ കിടക്കുന്നു, ഇത് കേട്ട ഞങ്ങൾ എവിടെ കിടക്കുന്നു. നിഷ സജി 21:38 അജുവേട്ട 24 മിനിറ്റിന്റെ വീഡിയോ 21 മിനിറ്റ് ആയപ്പോൾ ചിരിപ്പിച്ച് കൊന്നില്ലേ, അതുവരെയും മറാഠിയും തമിഴിനെ പിടിച്ചു നിർത്തി, അവസാനം ദേ കിടക്കുന്നു വില്ലിപ്പൻ ചാലിൽ. ചിരി നിർത്താനേ പറ്റിയില്ലേ, അവസാനം കണ്ടില്ല, പിന്നെ റിപ്പീറ്റ് അടിച്ച് കണ്ടു. ബിന്ദു അബ്രഹാം, എൻ്റെ സരിതയെ ചിരിച്ച് ചിരിച്ച് വയറ്റിൽ നീര് വന്നു. കമന്റുകളൊക്കെ ചിരിച്ചു. എനിക്ക് മനസ്സിലാവില്ല ആളുകള് ഇത്രമാത്രം ചിരിക്കാനുള്ള അതിലുണ്ടോ എന്നുള്ളതേ ആളുകൾക്ക്. ശരിയല്ലേ, ഞാൻ പിന്നെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറെ ആളുകൾ ചിരിക്കാനുള്ള കാരണങ്ങൾ എനിക്ക് മനസ്സിലായി. അടുത്തത് ശകുന്തള, ഗുലാബ് ജാമുൻ പറയുന്നത് മണ്ടത്തരമായാലും അജു അത് ഒളിപ്പിച്ചു വെക്കില്ല. നിഷ്കു നമ്മുടെ അജു. അടുത്തത് ഷാജിയോ റിയൽ ലൈഫ്, സരിത കുക്കിംഗ് ചെയ്യുമ്പോൾ കുറച്ച് സമയം അജുവിൻ്റെ കൂടെ നിൽക്കേണ്ടതായിരുന്നു, ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പിയാനെ. ഈ വീഡിയോ പിടിക്കുന്ന നിതിന് ചിരി വന്നില്ലേ, എനിക്ക് ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് കാണണം. ഇപ്പോൾ തന്നെ 3-4 പ്രാവശ്യം ഞാൻ വീഡിയോ കണ്ടു. കാണും തോറും പിന്നെയും കാണാൻ തോന്നുന്നു, ചിരിക്കാൻ ഇനി വയ്യ. മംഗ്ലീഷിലേ തേക്കണ കാരണാട്ടാ തപ്പി തപ്പി ഞാൻ വായിക്കണേ. അടുത്ത് പ്രിൻസിദാസ്, കോമേഴ്സ് ഒരു കുഴപ്പമില്ല ജഗ്ഗുമോനെ, ഏത് കോഴ്സ് എടുത്താലും അവനവന് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിക്കുക. എൻ്റെ മോള് കോമേഴ്സ് എടുത്താണ് പഠിച്ചത്. ഇന്ന് അവൾ ബാംഗ്ലൂർ IT വർക്ക് ചെയ്യുകയാണ്. 10 കൊല്ലമായി ബാംഗ്ലൂർ ജോലിക്ക് കയറിയിട്ട്. ജഗ്ഗു നന്നായി പഠിക്കുക. അടുത്തത് ബിന്ദു MK, അജുവേട്ടൻ പഴയ കഥ ചാളക്കൂട്ടാൻ കഷ്ണം 2 തന്ന കഥ കരഞ്ഞതും കേട്ടപ്പോൾ സങ്കടം വന്നു. എന്തൊക്കെ അനുഭവിച്ചു. ഇതൊന്നും ചില ആളുകൾ പറയില്ല. എല്ലാവരും ആ കാലത്തിലൂടെ പോയവരാണ്. കഴിഞ്ഞതൊന്നും മറക്കാത്തത് അജുചേട്ടൻ. ദൈവം അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അടുത്തത് മഞ്ജു MD, സരിത എന്ത് നന്നായി അരയ്ക്കുന്നു, നല്ല വൃത്തിയായിട്ടാണ് സരിത ഓരോ ജോലിയും ചെയ്യുന്നത്. അജുവേട്ടൻ്റെ ആക്ഷൻ കഥ സൂപ്പറാണ്, ചിരിക്കാതെ കാണാൻ കഴിയില്ല. ജഗ്ഗു എന്തു പാവം മോന, ഇങ്ങനെ സന്തോഷത്തോടെ എന്നും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് രഞ്ജിത്ത് മേനോൻ, അജു 70-75 കാലഘട്ടത്തിൽ മത്തി 5-10 പൈസ കൊടുത്താൽ വാരി കൊടുക്കലായിരുന്നു. പിന്നെ 10 പൈസയ്ക്ക് 50-100 എല്ലാം കിട്ടുമായിരുന്നു. പിന്നെ വില കൂടി. 90 ശേഷം തൂക്കി കൊടുക്കലായി മീനുകൾ. നമസ്കാരം. ചെറുപ്പത്തിൽ കുഞ്ഞു ചാളി, ചെറിയ ചാളയൊക്കെ വാരി കൊടുക്കുന്നുണ്ട് ഞാൻ. ചാള ഇങ്ങനെ കൂമ്പാരം കൂട്ടിട്ട് നോക്കാണ്ട് ഇങ്ങനെ വാരിട്ട് കൊടുക്കൂലേ, കുട്ടി ചാള. വലിയ ചാള കൊടുക്കണ്ടോന്ന് ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊക്കെ നമ്മുടെ മീൻകാര് ഇങ്ങനെ റാത്തൽ കണക്കാണ്. റാത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 റാത്തൽ എന്നാ പറയാ 250 ഗ്രാമിന്. അമ്മയ്ക്ക് 250 ഗ്രാം ഒന്നും പറയാറില്ല. മീൻകാരാണെങ്കിലും റാത്തല്. ഈ അമ്മമാരൊക്കെ വന്നിട്ട് ചോദിക്കുന്നത് കാറാത്തലില്ലേ, റാത്തലിന്റെ പകുതി മതി എന്ന് പറയും. അങ്ങനെയും വാങ്ങിക്കും. അത് 8, 10, 12 കുടുംബങ്ങളുള്ള അംഗങ്ങളുള്ള വീട്ടിലേക്ക് തന്നെ വാങ്ങിക്കണേട്ടാ. ഇപ്പൊ ഒരു വീട്ടിലേക്ക് 1.5 കിലോ മീനും 1 കിലോ 2 കിലോ മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നത്. അത് ഗതികേട്, എന്തൊരു ചെയ്യാ. സിനി ജോസ്, അജു പറഞ്ഞതാണ് ശരി. ഇപ്പോൾ കുട്ടികൾ മൊബൈലിലാണ്, ശരീരം നിങ്ങാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. പണ്ട് മുറ്റം അടിക്കുവാനുണ്ട്, ഇന്ന് അതില്ല പല വീട്ടുകാർക്കും. ഇവിടെ ഉണ്ട് കേട്ടാ മുറ്റടിക്കാൻ. അടുത്ത് മേഴ്സി ജേക്കബ്, പണ്ട് ഡാമുകളിലാണ് പിലോപ്പി വളർത്താറ്. ഞങ്ങൾക്ക് അപ്പച്ചൻ വാഴാനി ഡാമിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഡാം വറ്റുന്ന സമയത്ത് ചാക്കിലായിരുന്നു മീൻ വാങ്ങിക്കൊണ്ടുവരിക. അത് വെള്ളത്തിലിട്ട് വെക്കും ഒരാഴ്ച. ചേട്ടൻ പറയില്ല പണ്ടൊക്കെ എവിടെ നിന്നാ പിലോപ്പി വന്നോടുന്നു. അടുത്തത് അജിത ജെയിൻ, സരിത ചോദിക്കുന്ന വിറ്റാമിൻ്റെ കുറവ് അന്നില്ല. കാരണം പറമ്പിലുള്ള ഒരുപാട് ഇലക്കറികൾ കഴിച്ചിരുന്നു. പിന്നെ പയറുകൾ, കിഴങ്ങുകൾ. അന്ന് രാത്രി നേരം പയറും തേങ്ങാപ്പൂളും പനം കരിപ്പെട്ടി അല്ലെങ്കിൽ ഒരു കട്ടൻ. രാവിലെയോ തലേദിവസത്തെ കുറച്ച് പഴങ്കഞ്ഞി, കപ്പ, വീട്ടിൽ തന്നെയുള്ള പാലിൽ നിന്ന് എടുത്ത നല്ല കട്ട തൈര്, ഒരു പച്ചമുളക്. വയറ് വെള്ളം വരാലോചിക്കുമ്പോൾ. ഇത് നല്ല പ്രോബയോട്ടിക്കാണ്, ഇമ്മ്യൂണിറ്റി കൂട്ടും. അതുകൊണ്ട് മഴയിൽ നനഞ്ഞതുകൊണ്ടോ ചെളിയിൽ കളിച്ചതുകൊണ്ടോ ഒരു അസുഖവും വന്നിരുന്നില്ല. നല്ല ആഹാരം, നല്ല ആരോഗ്യം. അന്ന് ആഹാരം മരുന്നായി കഴിച്ചിരുന്നു, ഇന്ന് മരുന്ന് ആഹാരമായി കഴിക്കുന്നു. ശരിയല്ലേ. അന്ന് ഇത്തിരി കഴിക്കാറുള്ളെങ്കിൽ അത് വിഷമില്ലാത്ത നല്ല സാധനമായിരുന്നു. അതാണ്. പിന്നെ അവനവൻ്റെ പറമ്പിൽ നിന്നുള്ളത് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കില്ലോ. എപ്പോഴും പച്ചക്കറി ആര് വാങ്ങിക്കണം.
എനിക്കറിയാം, നമ്മൾ കാലത്ത് തന്നെ അമ്മ പറമ്പിലേക്ക് കാലത്ത് അതിരാവിലെ അമ്മ പറമ്പിലേക്ക് ഒരു നടത്തുന്നുണ്ട്. ഇവിടെ അവിടെയൊക്കെ പേരകളുണ്ട്, മരങ്ങളുണ്ട്. അപ്പോൾ ഈ പേരക്കായ്കൾ നിലത്ത് വീണിട്ട് കിടക്കും. ഇപ്പോൾ അവിടെയൊക്കെ പേരക്കായ്കൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മേരെ ആ സ്വഭാവം ഇപ്പോൾ എനിക്കാണ് കിട്ടിയത്. ഞാനെന്താ കഴിഞ്ഞാൽ കാലത്ത് ഈ പേരക്കായ് പറക്കാനൊക്കെ നടക്കും. എന്നിട്ട് ആ പേരക്കായ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഈ വീട് കഴിയുമ്പോൾ ഒരു ചതയും അതൊക്കെ ചെത്തി വെടുപ്പാക്കിയിട്ട് ഇവർക്കും ഞങ്ങൾ 3 പേരും കൂടി തിന്നും, 3 കഷ്ണമാക്കും. അതുപോലെ തന്നെ അമ്മ പണ്ട് കാലത്ത് ഇതേപോലെ പറമ്പിൽ നിന്നൊക്കെ പറക്കി കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് ഈ ചെത്തി മൂരിയും കയ്യിലൊന്നുമില്ല തന്നോന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചീത്ത പറയാൻ മേനെ, ഈ കണ്ട വവ്വാലും തേങ്ങയും മാങ്ങയും കടിച്ചാണ് കൊണ്ടുവന്ന് തരുന്നെന്ന് പറഞ്ഞിട്ട്. ശരി, എന്നിട്ടാണ് ആ സാധനം നമുക്ക് കൊണ്ടുവന്നിരുന്നു ഇപ്പം ചേട്ടാ. അല്ല, അമ്മ വെറുതെ ഒന്ന് കഴുകി തിന്നോന്ന് പറഞ്ഞിട്ട് തരും. ഇത്ര നല്ല സാധനേ അല്ലാന്ന് ആ സ്വഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു അന്ന് കഴിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളേ അല്ല മായം കീയും ഉള്ള സാധനങ്ങളെല്ലാം കഴിച്ചു തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ശരീരത്തിന് അതിന് ആവശ്യമുള്ള വിറ്റാമിനുകൾ കിട്ടി തുടങ്ങുന്നതാണ് ഇപ്പോൾ പറയണത്. അടുത്ത് ജിനി പ്രശാന്ത്, സരിതേ പാളക്കഷ്ണം എവിടെ? എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? മുളക് അരയ്ക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഇരുന്ന് എൻ്റെ കൈ പുകയുന്നു. ചില കാര്യങ്ങൾ ശീലമാക്കൂ. ഒരു പ്രാവശ്യം ഞാനിത് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്, പിന്നെയും നിങ്ങൾ തദൈവ. അത് ഞാൻ മറക്കുക. ഒരു പാളക്കഷ്ണം അവിടെ കൊണ്ടുവച്ചോളാം, അമ്മീമെന്ന് വടിച്ചെടുക്കണം. കൈ കൊണ്ട് എടുക്കണേക്കാളും അടിപൊളിയായിട്ട് കിട്ടും. എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല ചേട്ടാ. പണ്ട് എല്ലാ ദിവസവും ഞാൻ നന്നായിട്ട് അരയ്ക്കണു. അതിൽ കുറേ കമന്റ് ഇട്ട്. കാരണം അത്രയ്ക്കും നമ്മളൊരു 7ാം ക്ലാസ്സിലൊക്കെ പ്രായം തൊട്ട് തന്നെ കൂട്ടാനിലേക്ക് അരയ്ക്കാൻ തുടങ്ങിയതാ. അതും എത്ര വലിപ്പമുണ്ട് അവിടുത്തെ അമ്മിക്കൊള്ള, വലിയ അമ്മിയാണ്. അപ്പം അതിൽ നല്ല വെണ്ണ പോലെ അമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കും അരഞ്ഞിട്ടില്ലേന്ന്, അല്ലെങ്കിൽ പിന്നെ അരയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മളങ്ങനെ അരച്ച അത്രയും ചെറുപ്പം തൊട്ട് തന്നെ അരച്ചരച്ച് അരയ്ക്കാൻ നല്ല ശീലമായി. പക്ഷെ ഇത് ആട്ടാറില്ല കേട്ടോ. അരി ഉഴുന്നൊക്കെ ആട്ടണ പരിപാടിയില്ല എനിക്ക്. അതെനിക്ക് ഇഷ്ടമില്ല, എനിക്ക് അതറിയില്ല. പക്ഷെ അരയ്ക്കും. അപ്പോൾ അന്ന് തൊട്ടേ തന്നെ ഈ പാള കൊണ്ട് വടിച്ചെടുക്കണ പരിപാടി നമുക്ക് അവിടെ ഇല്ല. അവിടെ അതിന് പാള കിട്ടാനില്ല. അല്ലല്ലോ, കവുങ്ങുണ്ടായിരുന്നു. കൈകൊണ്ട് തന്നെയാ. പുഷ്പകുമാരി, ഇത്രയും മാർക്ക് വാങ്ങിയ സരിത ഹയർ സ്റ്റഡീസിന് പോയി നല്ലൊരു ജോബ് കിട്ടേണ്ടതല്ലേ? എന്താ അങ്ങനെ ചെയ്യാതിരുന്നത്? എനിക്കത് ഓർത്തിട്ട് വിഷമമുണ്ട്. സരിത പഠിച്ചത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പോളിടെക്നിക്കിൽ പോയി. അപ്പോൾ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി പഠിക്കാൻ പോയി. പിന്നെ ആ മേഖല 3 വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. പിന്നെ എംടെക്കിന് അല്ല ഈ ബിടെക്കിന് ചേരായിരുന്നു. പക്ഷെ എനിക്ക് ആ 3 കൊല്ലം കൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് വെറുത്തു. എനിക്കൊന്നും പറ്റിയ സബ്ജക്റ്റേ അല്ല അത്. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും നല്ല ഇഷ്ടമായിരുന്നു, മാത്സും. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ഇലക്ട്രോണിക്സിന് പോയി ചേർന്നത് ഡിപ്ലോമയ്ക്ക്. ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പഠിച്ചത് പോളിടെക്നിക്കിലേ. ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ലേ? 71% മാർക്ക് ഉണ്ടായിരുന്നു. 75% ഡിസ്റ്റിങ്ഷനായി. അല്ല +2 അല്ല പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിയോടെ കയറിപ്പോയേനെ. അതന്നെ, ഡിഗ്രി കഴിഞ്ഞ് എന്തായാലും PG ചെയ്യും, അങ്ങനെ പഠിച്ചു പോയേനെ. ഇതിപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നു. പിന്നെ ചെയ്യാനുള്ളത് ഇതാ, പിന്നെ കല്യാണം കഴിക്കലാണ്. പിന്നെ ചെയ്യാനുള്ളത് ബിടെക്കിന് ചേരുക എന്നുള്ളതാണ്. ബിടെക്കിന് സെക്കൻഡ് ഇയറിലേക്ക് കയറാം, കയറാൻ പറ്റും. എൻട്രൻസ് ലാറ്ററൽ എൻട്രി സെക്കൻഡ് ഇയറിൽ കയറാം. ഒരു കൊല്ലം കുറവ് മതി. പക്ഷെ എനിക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത് പഠിക്കാൻ. പക്ഷേ തന്നെ ഇരുന്ന് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെയോ പഠിച്ചൊക്കെ എത്തിയതാ. അടുത്ത് രാസി ലുലു, പണ്ട് ജനങ്ങൾ 30 വയസ്സ് കഴിഞ്ഞാൽ സൗന്ദര്യം ശ്രദ്ധിക്കുകയില്ല. ഇന്ന് വിറ്റാമിനൊക്കെ കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. 50 വയസ്സായാലും ചിലരെ തോന്നില്ല ഇപ്പോൾ. ശരിയല്ലേ? അന്ന് 50 വയസ്സായിട്ടുള്ളവർ ചിലപ്പോൾ വളഞ്ഞു കൂത്തി നടക്കുന്നതാണ്. ചിലപ്പോൾ കണ്ടമാനം പേര് വളഞ്ഞു കൂത്തി നടക്കാന്ന് പറയില്ല. അത് കണ്ടിട്ടുണ്ട്. ഈ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ വടി കുത്തി പിടിച്ച് ഈ പ്രായവരെ എല്ലാവരും വളഞ്ഞു കുത്തി കാണിത് വയസ്സായിരിക്കണേ. സത്യത്തിലിപ്പോൾ 50 വയസ്സായി നോക്കിയാൽ എനിക്കിപ്പോൾ എത്ര വയസ്സായില്ലേ? നമ്മൾ വളരെ നേരിട്ട് സാധനം പോലെ നടക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. എന്തോ ഒരു ഇതുണ്ട്. എനിക്ക് പണ്ട് ഒരു 40-45 വയസ്സ് കഴിയുമ്പോഴേക്കും ഒരു പ്രായമായി. അടുത്തത് ഷർമിള റജി, ഒരു ജാതി CIDയെ പോലെ എന്തിനു പോയി, എവിടെ പോയി, ഇതെന്താ വെള്ളരിക്ക പടണോ? ആര് സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ നടക്കും, പലതും ചെയ്യും. അജിയേട്ടാ ധൈര്യമായി പൊക്കോളൂ. പണ്ടാണേലും കൊള്ളാം, ഇപ്പോഴാണേലും കൊള്ളാം. എനിക്കിന്ന് മെൻ്റൽ ഹെൽത്തിൻ്റെ എക്സാമാണ്. ഇതാ ഇവിടേക്ക് പോയത് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത്, അവിടേക്ക് എന്തിനാ പോയി? വെട്ടുകാട് കാട്ടിലേക്ക് റബ്ബർ വെട്ടണോടത്ത് പോയപ്പോൾ ഒരു ചേച്ചി
അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് അത് എന്ന് പോയി എപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും. എന്നിട്ട് മെൻ്റൽ ഹെൽത്തിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നാവോ. ബൈ രേണുക. ഇന്നത്തെ മീൻകറി അടിപൊളിയായിരിക്കുമല്ലോ. പണ്ടത്തെ സ്വാദ്, അരക്കല്ലിൽ അരച്ചുണ്ടാക്കിയ മീൻകറി കാണുമ്പോൾ കൊതിയായിട്ട് വയ്യ. അടുത്തത് അബ്ദുൾ അലി, നമ്മുടെ അലിക്ക. താമരപ്പൊയ്കയിൽ ചന്തമുണ്ടോ, താമര ചിന്തയിൽ ചന്തമുണ്ടോ, വിജിരങ്ങൾ കോർത്തിണക്കി സംഗമ സാഗരങ്ങൾ സംഗമം സംഗമം. ഈ പാട്ടൊന്ന് പാടാമോ? ഈ പാട്ട് എനിക്കറിയില്ലേ, ഞാൻ കേട്ടില്ലേ. താമര പൊയ്ക നാണിച്ചു, താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു. അത് വേറെ പാട്ട്. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് വായന കഴിഞ്ഞുട്ടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.